ഹായ് ഫ്രണ്ട്സ്, ടിസ്കറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് ഈയിടെയായിട്ട് വാർത്തകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാക്കാണ് പെഗാസസ്. എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് പെഗാസസ്, എന്തിനാണ് അവ ഉപയോഗിക്കുന്നത് തുടങ്ങി പെഗാസസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നേരെ വീഡിയോയിലേക്ക് പോകും. ആദ്യമായിട്ട് പെഗാസസ് എന്താണെന്ന് നമുക്ക് പറയാം. പെഗാസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ ബേസ് ചെയ്തിട്ടുള്ളൊരു കമ്പനി ആയിട്ടുള്ള NSO ഗ്രൂപ്പ് വികസിപ്പിച്ചെടുത്ത ഒരു സ്പൈവെയർ സോഫ്റ്റ്വെയർ ആണ് പെഗാസസ് എന്ന് പറയുന്നത്. സ്പൈവെയർ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ചാര സോഫ്റ്റ്വെയർ ആണ് പെഗാസസ് എന്ന് പറയുന്നത്. ഒരു യൂസർ അറിയാതെ അയാളുടെ ഫോണിൽ നിന്ന് ഡാറ്റ ചോർത്തെടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് പെഗാസസ് എന്ന് പറയുന്നത്. മൊബൈൽ ഫോണുകളിലും മറ്റുമൊക്കെ തന്നെ മറ്റ് ഡിവൈസുകളിലൊക്കെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്പൈവെയർ സോഫ്റ്റ്വെയർ ആണ് പെഗാസസ് എന്ന് പറയുന്നത്. 2018 ഇത്തരത്തിലൊരു സോഫ്റ്റ്വെയർ പ്രവർത്തിക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയത്. കാനഡയിലുള്ള ടൊറൻറ്റോ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ടുള്ള സിറ്റിസൺ ലാബാണ് ഇത്തരത്തിലൊരു കണ്ടെത്തൽ നടത്തിയത്. ഇത്തരത്തിലൊരു സോഫ്റ്റ്വെയർ പ്രവർത്തിക്കുന്നുണ്ട്, ഫോണിലെ ഡാറ്റകളൊക്കെ തന്നെ ചോർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു പെഗാസസ് എന്നുള്ള സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് കണ്ടെത്തിയത് സിറ്റിസൺ ലാബായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഇവർ ഇൻഫെക്റ്റ് ചെയ്യാൻ യൂസ് ചെയ്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് പറയാൻ സാധിക്കും, വാട്സപ്പിലെ വീഡിയോ കോൾ വഴിയാണ് ഈ ഒരു പെഗാസസ് ഇൻഫെക്റ്റ് ചെയ്തിരുന്നത്. നമ്മൾ പറയുകയാണെങ്കിൽ വാട്സപ്പിലെ വീഡിയോ കോൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്തും നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്തും കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴും കട്ട് ചെയ്യുന്ന സമയത്തും അതിനുണ്ടാകുന്ന പെർമിഷനിലും ഉള്ള ആക്സസ് നമ്മൾ ഈ ക്യാമറയ്ക്കും ഓഡിയോയ്ക്കൊക്കെ തന്നെ നമ്മൾ ആക്സസ് കൊടുക്കില്ല. സോ അത്തരത്തിലുള്ള ആ ഒരു ആക്സസ് ചേഞ്ച്, ആ ഒരു ഇടയ്ക്കുണ്ടാകുന്ന ഒരു ആക്സസ് മാറുന്നത് കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴും കട്ട് ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന ആ ഒരു ആക്സസിലുള്ള ചേഞ്ചിൽ ഉണ്ടായിരുന്ന ബഗ് വഴിയാണ് ഈ ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഈ ഒരു പെഗാസസ് ഇൻഫെക്റ്റ് ചെയ്യപ്പെട്ടിരുന്നതെന്ന് സിറ്റിസൺ ലാബ് കണ്ടെത്തി. തുടർന്ന് വാട്സപ്പ് ഇത് മനസ്സിലാക്കുകയും അവർ US കോർട്ടിൽ കേസ് ഫയൽ ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്തത്. അന്ന് കണ്ടെത്തിയിരുന്നു NSO ഗ്രൂപ്പാണ് ഈ ഒരു പെഗാസസ് എന്നുള്ള സോഫ്റ്റ്വെയർ ആണെന്ന് സിറ്റിസൺ ലാബ് കണ്ടെത്തിയിരുന്നു. അന്ന് NSO ഗ്രൂപ്പ് പറഞ്ഞിരുന്നു, ഞങ്ങളിത് വെറ്ററായിട്ടുള്ള ഏജൻസീസിന് അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് അല്ലെങ്കിൽ ഗവൺമെൻറ് അനുബന്ധ ഏജൻസീസിന് മാത്രമേ ഈ ഒരു സോഫ്റ്റ്വെയർ വിൽക്കുള്ളൂ എന്ന് NSO ഗ്രൂപ്പ് അന്ന് പറഞ്ഞു. നമ്മൾ ടെററിസത്തിനെതിരായിട്ട് ആൻറ്റി ടെററിസം അത്തരത്തിലുള്ള പർപ്പസുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിന് മാത്രമേ ഈ ഒരു സോഫ്റ്റ്വെയർ വിൽക്കൂ എന്ന് അന്ന് NSO ഗ്രൂപ്പ് പറഞ്ഞു. സോ അത്തരത്തിലൊരു സോഫ്റ്റ്വെയർ ഉണ്ടെന്ന് കണ്ടെത്തി. പിന്നെ അന്ന് ആ കേസ് ഇപ്പോൾ നിൽക്കുന്നുണ്ട്. അന്ന് വാട്സപ്പിന് ലീക്ക് ചെയ്ത് കിട്ടിയ ഒരു മാനുവൽ, ഇത് എങ്ങനെയാണ് ഈ സംഭവം വർക്ക് ചെയ്യുന്നത് തുടങ്ങിയ മാനുവൽ അടക്കം അന്ന് വാട്സപ്പ് ആ കോർട്ടിൽ സബ്മിറ്റ് ചെയ്തിരുന്നു. സോ അന്നടക്കം അവർക്ക് വാട്സപ്പിനടക്കം ആ ഒരു ഇത് ലീക്ക് ചെയ്ത് കിട്ടിയെന്നുള്ളതാണ്. ആ ഒരു ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണ് ഈ ഹാക്കിംഗ് നടക്കുന്നത് എന്നുള്ളത് അനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളടക്കം വാട്സപ്പ് അന്ന് സബ്മിറ്റ് ചെയ്തിരുന്നു. സോ ആ കേസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം സൗദി ഭരണകൂടത്തിൽ നിന്ന് ജെഫ് ബെസോസിന് ഒരു മെസ്സേജ് വരികയാണ്. ജെഫ് ബെസോസിന് എല്ലാവർക്കും അറിയാം, ആമസോണിൻ്റെ CEO ആണ്. ലോകത്തിൽ തന്നെ ധനികരായിട്ടുള്ള പേഴ്സൺസിൽ ടോപ്പിൽ നിൽക്കുന്ന ഒരാളാണ് ജെഫ് ബെസോസ് എന്ന് പറയുന്നത്. അപ്പോൾ ജെഫ് ബെസോസിന് സൗദി ഭരണകൂടത്തിൽ നിന്നൊരു മെസ്സേജ് വരികയാണ്. അദ്ദേഹം ആ മെസ്സേജിൽ കയറി ക്ലിക്ക് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ ഫോൺ ആ ലിങ്ക് കയറി ക്ലിക്ക് ചെയ്യുന്നതോടെ അദ്ദേഹത്തിൻ്റെ ഫോൺ ഹാക്കാകപ്പെടുകയും ചെയ്യുകയാണ്. സോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെഫ് ബെസോസിൻ്റെ കീഴിലായിരുന്നു വാഷിംഗ്ടൺ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പേപ്പർ വർക്ക് ചെയ്തിരുന്നത്. ആ ഒരു പത്രമാധ്യമം വർക്ക് ചെയ്തിരുന്നത് അദ്ദേഹത്തിൻ്റെ കീഴിലായിരുന്നു. സൗദി ഭരണകൂടത്തോട് എതിർപ്പ് ഉള്ള ഒരുപാട് പേര് പ്രവർത്തിക്കുന്നത് അത്തരം ആശയങ്ങളൊക്കെ തന്നെ പ്രചരിപ്പിക്കുക, ഒരു പാർഷ്യലി അങ്ങനെ രീതിയിൽ ഉള്ളൊരു വാഷിംഗ്ടൺ പോസ്റ്റ് എന്ന് പറയുന്ന പേപ്പർ അങ്ങനെയായിരുന്നു. നമ്മുടെ ജമാൽ ഖഷോഗിയെ പോലെ ആളുകളൊക്കെ വർക്ക് ചെയ്തിരുന്ന പേപ്പറാണ് വാഷിംഗ്ടൺ പോസ്റ്റ് എന്ന് പറയുന്നത്. ഒരുപാട് അറിയുണ്ടാവും വാഷിംഗ്ടൺ പോസ്റ്റിൻ്റെ കാര്യം. അപ്പോൾ സൗദി ഭരണകൂടത്തിൽ ചെറിയ രീതിയിൽ എതിർപ്പ് കാണിക്കുന്ന ഒരു പത്രമാധ്യമമായിരുന്നു. സോ അതിനെ കൺട്രോളിൽ വരുത്തുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ഹാക്കിംഗ് ചെയ്തത്, ജെഫ് ബെസോസിൻ്റെ തന്നെ ഫോൺ ഹാക്ക് ചെയ്തത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഈ ഒരു ഗവൺമെൻറ് അതോറിറ്റീസ് ആണെങ്കിൽ കൂടി ഇതിൻ്റെ ബാക്കിലുള്ള ബിസിനസ് ഇൻട്രസ്റ്റാണ് ഈ ഒരു കാര്യം പറയുന്നത്. ബിസിനസ് ഇൻട്രസ്റ്റ് കൂടി ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സംഭവത്തിലൂടെ ആളുകൾക്ക് മനസ്സിലായത്. സോ അത് അത്തരത്തിലും ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് ഈ ഒരു സംഭവത്തിലൂടെ പുറത്തു വരികയാണ് ചെയ്തത്. ഇത്ര നേരം പറഞ്ഞത് നമ്മളിതിൻ്റെ നടന്ന ഇവൻറ്റുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മളിതിൻ്റെ ടെക് സൈഡ് നോക്കുകയാണെങ്കിൽ, ടെക് സൈഡിൽ പറയുകയാണെങ്കിൽ മെയിനായിട്ട് പറയാവുന്നത് ഇത് ഹാക്ക് ചെയ്യുന്ന ആൾക്ക് വിക്ടിമിൻ്റെ ഫോണിലുള്ള ഒരു റൂട്ട് ആക്സസ് ആണ് ലഭിക്കുന്നത്. റൂട്ട് ആക്സസ് മീൻസ് എല്ലാ ആക്സസും ലഭിക്കുന്നുള്ളതാണ്, ഒട്ടുമിക്ക എല്ലാ ആക്സസുകളും ലഭിക്കുന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുമെങ്കിൽ നമുക്ക് ഫേക്കായിട്ട് ഡോക്യുമെൻറ്റ് പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കും, ഡോക്യുമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, മെസ്സേജുകൾ സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും, മൈക്രോഫോണിൻ്റെ ആക്സസ്, ക്യാമറയുടെ ആക്സസ്, പിന്നെ കോൾ ലോഗുകൾ എടുക്കാം. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ ഒക്കെ ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും, എവിടെയാണ് ഇപ്പോൾ വിക്ടിമുള്ളത്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു ഫോണിൻ്റെ അകത്ത് നിന്ന് ചോർത്തെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാവുന്നത്. സോ അതാണ് റൂട്ട് ആക്സസ് ആണ് കൊടുക്കുന്നത്. പിന്നെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിനൊന്നും തന്നെ ലോഗില്ല എന്നുള്ളതാണ്. ഇത് ചെയ്ത ഫുട് പ്രിൻ്റ് ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല, അതൊക്കെ തന്നെ ഈ ഒരു സോഫ്റ്റ്വെയർ ക്ലിയർ ചെയ്യുന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. സോ ഇത് ഇൻഫെക്റ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പോലും കണ്ടെത്താൻ പ്രയാസമാണെന്നുള്ളതാണ് പെഗാസസിൻ്റെ ഒരു കാര്യമായിട്ട് പറയാനായിട്ടുള്ളത്. ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ റീസെൻറ്റ് വേർഷൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും 0 ക്ലിക്ക് ആണെന്ന് പറയാനായിട്ട് സാധിക്കും. 0 ക്ലിക്ക് മീൻസ് നമുക്ക് ചെയ്യേണ്ട അല്ലെങ്കിൽ ഹാക്ക് ചെയ്യേണ്ട ഇപ്പോൾ ഒരു ആൾക്ക് ഹാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോണിൻ്റെ ഫിസിക്കലായിട്ടുള്ളൊരു
ഇതുപോലും ആവശ്യമില്ല എന്നുള്ളതാണ്. ഒരു ക്ലിക്ക് പോലും ചെയ്യേണ്ട. ജെഫ് ബെസോസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടതെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ 0 ക്ലിക്കാണ് ഇപ്പോൾ റീസെൻറ്റ് വേർഷൻസ്. ജസ്റ്റ് വിക്ടിമിനെ ഡിസൈഡ് ചെയ്താൽ മാത്രം മതി, ഫോൺ നമ്പറൊക്കെ തന്നെ വെച്ചുകൊണ്ട് ആ ഒരു ഡിവൈസ് ഹാക്ക് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഈ ഒരു റീസെൻറ്റ് വേർഷൻസിലുള്ള കാര്യം എന്ന് പറയുന്നത്. ഏകദേശം 2020 ഇറങ്ങിയ റീസെൻറ്റ് വേർഷൻസ്, പെഗാസസിൻ്റെ കണ്ടെത്തിയിട്ടുള്ള റീസെൻറ്റ് വേർഷൻസിൻ്റെ കാര്യം എന്ന് പറയാനായിട്ട് സാധിക്കും. സോ 0 ക്ലിക്കാണ് ഈ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ iOS-ലാണെങ്കിൽ iMessenger വഴിയാണ് ഈ ഒരു iMessengerലുള്ള ബഗ്സ് വഴിയാണ് ഈ ഒരു സോഫ്റ്റ്വെയർ കയറിക്കൂടുന്നത്, ഇൻഫെക്റ്റ് ചെയ്യപ്പെടുന്നതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഇപ്പോൾ ഒരു മെസ്സേജ് വന്നാൽ കൂടി ആ വന്ന മെസ്സേജിൻ്റെ നോട്ടിഫിക്കേഷൻ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻഫെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ചെയ്യപ്പെടുന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ട്രേസ് ചെയ്യാൻ പറ്റില്ല. എങ്കിലും ഐഫോണിലൊക്കെ തന്നെ ലോഗ് ഉള്ളത് കൊണ്ടാണ് ഏറെക്കുറെ നമുക്കത് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത് ഇത്തരത്തിലെങ്കിലും. ഇങ്ങനെ ഐഫോണുകളെ കൂടി ഇത് ഇൻഫെക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് iOS-ൻ്റെ സെക്യൂരിറ്റി ആണെന്ന് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. iOS-ന് നമ്മളറിയാം, ആൻഡ്രോയിഡിനെ കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ iOS-ന് വളരെയധികം സെക്യൂരിറ്റി കൂടി ഡിവൈസൊക്കെയാണ് iOS എന്നാണ് അവകാശപ്പെടുന്നത്. സോ iOS-ൻ്റെ സെക്യൂരിറ്റി കൂടി അവിടെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുകയാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി ഇൻ കേസ് ഓഫ് ആൻഡ്രോയിഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡിൻ്റെ അകത്ത് ഡിഫറൻ്റ് ആയിട്ടുള്ള വൾനറബിലിറ്റീസ് യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സോഫ്റ്റ്വെയർ ഇൻഫെക്റ്റ് ചെയ്യപ്പെടുന്നത്. നമുക്കറിയാം കമ്പാരിറ്റീവ്ലി ആൻഡ്രോയിഡ് ഡിവൈസുകൾ സെക്യൂരിറ്റി കുറഞ്ഞ ഡിവൈസുകളാണ് iOS-നെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. സോ ഡിഫറൻ്റ് ആയിട്ടുള്ള വൾനറബിലിറ്റീസ് യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സോഫ്റ്റ്വെയർ ഇതിൽ ഇൻഫെക്റ്റ് ആകപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ആൻഡ്രോയിഡിൻ്റെ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് ആൻഡ്രോയിഡിൽ iOS പോലെ ലോഗ് പോലും ഉണ്ടായിരിക്കില്ല. സോ ആ ഒരു ലോഗ് ഇല്ലാത്തത് കൊണ്ട് ഈവൻ ആ ഒരു ഡിവൈസിൽ അത് ഇൻഫെക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലും നമുക്ക് ട്രേസ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് ആൻഡ്രോയിഡ് ഡിവൈസിൻ്റെ ഒരു പ്രശ്നമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കാം. നമ്മൾ വാട്സപ്പിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ വാട്സപ്പിൽ പറഞ്ഞു എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആണ് വാട്സപ്പ് മെസ്സേജുകൾ എന്ന് എപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട്. എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് മീൻസ് നമ്മൾ അയക്കുന്ന ആൾക്കും കിട്ടുന്ന ആൾക്കും മാത്രമാണ് മെസ്സേജ് വായിക്കാൻ പറ്റുന്നുള്ളതാണ്. എങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞത് റൂട്ട് ആക്സസ് ആണ് നമുക്ക് കിട്ടുന്നത് പറഞ്ഞു. സോ ആ റൂട്ട് ആക്സസ് വെച്ചുകൊണ്ട് തന്നെ ആ ഒരു മെസ്സേജ് അയക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആ ഒരു മീൻസ് ഹാക്ക് ചെയ്യുന്ന ആൾക്ക് അത് സുഖമായിട്ട് ട്രേസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. റൂട്ട് ആക്സസ് കിട്ടുന്നുള്ളത് കൊണ്ട് അത് അത്തരത്തിൽ ആ ഒരു മെസ്സേജുകളൊക്കെ തന്നെ എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആവുന്നതിന് മുമ്പ് തന്നെ വിക്ടിമിൻ്റെ മെസ്സേജുകൾ ഹാക്ക് ചെയ്യുന്ന ആൾക്ക് വായിച്ചെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ വേറൊരു കാര്യമായിട്ട് പറയാവുന്നത്. സോ അതാണ് ഈ വാട്സപ്പിൽ എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡും ഈ ഒരു സോഫ്റ്റ്വെയർ ഇൻഫെക്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പറയാനായിട്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും, രണ്ട് പെഗാസസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഫോണുകൾ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വോയിസ് റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതും 2 ഫോണുകൾ സ്വിച്ച് ഓഫ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഓപ്പറേറ്റർക്ക് അല്ലെങ്കിൽ ഇത് ആരാണ് ഹാക്ക് ചെയ്യുന്ന ആൾക്ക് നോട്ടിഫിക്കേഷൻ പോകുന്നത് ഉള്ളൊരു കേപ്പബിലിറ്റി ഒരു സോഫ്റ്റ്വെയർ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്കത്ര ഇല്ലാത്തൊരു കാര്യമാണ്. എങ്കിൽ കൂടി ഇത്തരത്തിലുള്ള കേപ്പബിലിറ്റി ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ ഒരു പെഗാസസ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ സ്പെസിഫിക്കേഷൻ ലെവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ കാര്യങ്ങളിലേക്ക് വരാം, തുടർന്നുണ്ടായ കാര്യങ്ങളിലേക്ക് വരാം. യൂറോപ്യൻ യൂണിയനിലുള്ള പല പ്രമുഖരുടെയും ഫോണുകൾ പെഗാസസ് യൂസ് ചെയ്തിട്ട് ചോർത്തൽ തുടങ്ങി. പിന്നെ അതാണ് ഉണ്ടായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ഫ്രഞ്ച് മീഡിയ സെൻറ്റർ ആയിട്ടുള്ള ഫോർബിഡൻ സ്റ്റോറീസ് എന്ന് പറഞ്ഞ മീഡിയ സെൻറ്ററിന് കുറച്ച് ഒരു ലീക്ക്ഡ് ഡാറ്റാബേസ് അവർക്ക് കിട്ടി. ഏകദേശം ഒരു 50,000-ഓളം നമ്പറാണെന്ന് തോന്നുന്നു. ലീക്ക്ഡ് ഡാറ്റാബേസ് അവർക്ക് കിട്ടി. ഇത്തരത്തിൽ പെഗാസസ് ഇൻഫെക്റ്റഡ് ആണ് എന്നുള്ളൊരു ലീക്ക്ഡ് ഡാറ്റാബേസ് അവർക്ക് കിട്ടി. പിന്നീട് അവർ ആംനസ്റ്റി ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞ NGO അഥവാ നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷനുമായിട്ട് അവർക്കിത് ഒന്ന് പഠിക്കാൻ കൊടുത്തു. ഇത്തരത്തിൽ ഇത് ഇൻഫെക്റ്റഡ് ആണോ എന്നുള്ളൊരു കാര്യം ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടി അവരുമായിട്ട് ചെയ്തു. ഫർദർ അവർ നടത്തിയ സ്റ്റഡിയിൽ നിന്ന് അവർക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. ഇത് ഇങ്ങനെ ഇൻഫെക്റ്റഡ് ആണെങ്കിൽ ഡാറ്റാബേസ് ശരിയാണെന്ന് മനസ്സിലായി. തുടർന്ന് ഈ ആംനസ്റ്റി ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞ ഈ ഒരു NGO നമ്മൾ ആദ്യം പറഞ്ഞ സിറ്റിസൺ ലാബുമായിട്ട് ഈ ഒരു സംഭവം പിയർ റിവ്യൂ ചെയ്തു. പിയർ റിവ്യൂ മീൻസ് അവർ നടത്തിയ കണ്ടെത്തലുകൾ ശരിയാണെന്ന് അതേ മേഖലയിൽ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരുമായിട്ട് ചർച്ച ചെയ്യുന്നത്. അത്തരത്തിൽ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എന്നൊക്കെ പറയില്ല, അത്തരത്തിൽ എടുക്കുന്നതിനാണ് നമ്മൾ പിയർ റിവ്യൂ എന്ന് പറയുന്നത്. സോ അത് അവർ ഈ സിറ്റിസൺ ലാബുമായിട്ട് ചെയ്യുകയും അത് കൺഫേം ആക്കുകയും ചെയ്തു. അത്തരത്തിലാണ് പിന്നെ അവർ ഈ ഒരു കിട്ടിയ ലീക്ക് ഡാറ്റാബേസ് 14 മീഡിയ സെൻറ്ററുകളുമായി ചേർത്ത് ആണ് ഈ ഒരു ന്യൂസ് അവർ പുറത്തുവിട്ടത്. ഇത്തരത്തിൽ ഒരുപാട് നമ്പറുകൾ, ഏകദേശം 50,000 നമ്പർ ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അത്തരത്തിൽ ഒരു നിശ്ചിത എമൗണ്ട് ഓഫ് നമ്പേഴ്സ് ഈ ഒരു പെഗാസസ് ഇൻഫെക്റ്റഡ് ആണെന്ന് അവർ കണ്ടെത്തി ആ ഒരു ന്യൂസ് പുറത്തു വിടുകയും ചെയ്തു. അതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടായത്. ഏകദേശം 1000-ഓളം ഇന്ത്യക്കാർ ആ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇപ്പോൾ തന്നെ ന്യൂസുകളിലൊക്കെ തന്നെ കാണാം. പല ജേർണലിസ്റ്റുകളായാലും രാഷ്ട്രീയ പ്രവർത്തകരായാലൊക്കെ തന്നെ പല ആളുകളുടെയും പേരുകൾ ആ ഒരു ലിസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം ഇതൊന്നുമല്ല, ഒരൊറ്റ അമേരിക്കൻ നമ്പർ പോലും ആ ലിസ്റ്റിൽ നിന്ന് കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം നമുക്ക് പറയാനായിട്ട് സാധിക്കും. NSA ഗ്രൂപ്പ് പറഞ്ഞിട്ടുള്ളത് അവരിപ്പോൾ ഈ ഒരു ലൈസൻസ്, ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതിന് വേണ്ടി ലൈസൻസ് അവരിപ്പോൾ ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ ഏതൊരു ഏജൻസിക്ക് വിറ്റ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതിൻ്റെ മുകളിൽ ഒരു കൺട്രോളുമില്ല. അവർ ആരെയാണോ വാച്ച് ചെയ്യുന്നതെന്നോ എന്താണ് ചെയ്യുന്നതെന്നോ ഒന്നും തന്നെ NSO ഗ്രൂപ്പിന് അറിയില്ല എന്നുള്ളതാണ് NSO ഗ്രൂപ്പ് പറഞ്ഞത്. സോ ഈ ഒരു അമേരിക്കൻ നമ്പറുകളൊന്നും തന്നെയില്ല, അമേരിക്കയിലുള്ള നമ്പറുകളൊന്നും തന്നെ ഈ ലിസ്റ്റിൽ വന്നില്ല എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ
ഇതിന് മെയിനായിട്ടൊരു കാര്യം അതിൽ ഒരു ലീക്ക്ഡ് പേഴ്സൻ്റെ ഒരു കാര്യം നോക്കിയപ്പോൾ ആ ഒരു ലീക്ക്ഡ് പേഴ്സൺ 2 സിറ്റിസൺഷിപ്പ് ഉണ്ട്. ബ്രസൽസ് അഥവാ ബെൽജിയത്തിലും US-ലും 2 സിറ്റിസൺഷിപ്പ് ഉണ്ട്. അദ്ദേഹം ബെൽജിയത്തിൽ നിന്ന് US-ലേക്ക് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ചോർത്തൽ നിൽക്കുകയാണ് ചെയ്തത്. US-ലെത്തിയപ്പോൾ തിരിച്ച് ബ്രസൽസിലേക്ക് വന്നപ്പോൾ അല്ലെങ്കിൽ ബെൽജിയത്തിലേക്ക് വന്നപ്പോൾ വീണ്ടും ചോർത്തൽ തുടങ്ങി എന്നുള്ളതാണ് ഈ ഒരു സംഭവം സാധൂകരിക്കുന്നത്. അപ്പോൾ NSO ഗ്രൂപ്പിന് യാതൊരുവിധ കൺട്രോളും ഇല്ല എന്ന് പറയുന്നതിൽ സംശയമുണ്ട് എന്നുള്ളതാണ് ഈ ഒരു കാര്യം പറയുന്നത്. കാര്യമായിട്ട് അമേരിക്കയിൽ പൊതുവെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവരുടെ സൈബർ ലോസൊക്കെ വളരെ സ്ട്രിക്റ്റാണ്. ഇത്തരത്തിൽ ഫോൺ ചോർത്തലും തന്നെ അവർ സമ്മതിക്കുന്ന കാര്യങ്ങളല്ല. അതൊക്കെ വളരെ വലിയ പ്രശ്നങ്ങളാകും. യൂറോപ്യൻ യൂണിയനായാലും എന്തിനായാലും വലിയ പ്രശ്നങ്ങളാകും. അമേരിക്കയിലൊക്കെ തന്നെ ഫോൺ ചോർത്തലുണ്ടാക്കുന്നത് അത് നന്നായിട്ട് അറിയാം NSO ഗ്രൂപ്പിന് എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്കിതിൽ കൺട്രോൾ ഇല്ല എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് നമുക്ക് സമ്മതിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ഈവൻ അമേരിക്കയിൽ എത്തിയപ്പോൾ കറക്റ്റായിട്ട് ചോർത്തൽ നിൽക്കുകയും തിരിച്ചിവിടെ എത്തിയപ്പോൾ വീണ്ടും ചോർത്തൽ തുടങ്ങുകയും ചെയ്തു എന്നുള്ളത്. സോ അത് ഓപ്പറേറ്റർ കറക്റ്റായിട്ട് നിർത്തുക എന്നുള്ളതല്ല, അതിന് മുകളിൽ NSO ഗ്രൂപ്പിൻ്റെ ഒരു കൈകൾ കൂടി ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് പറയാൻ സാധിക്കുക. അപ്പോൾ പൂർണ്ണമായിട്ട് NSO ഗ്രൂപ്പിൻ്റെ ഒരു കാര്യവും ഇതിൽ അവർക്ക് ഒട്ടും തന്നെ ഒരു പങ്കാളിത്തമില്ല എന്നുള്ളത് പറയാൻ സാധിക്കില്ല. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ iOS-ലൊക്കെ തന്നെ നമുക്കറിയാം ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റുകളൊക്കെ വരുന്നതാണ്. സോ അപ്ഡേറ്റിനനുസരിച്ചിട്ട് പുതിയ വൾണറബിലിറ്റീസ് കണ്ടെത്തുകയും അതുവഴി വീണ്ടും ഇൻഫെക്റ്റ് ചെയ്യുകയും വേണം, അത് റീഓപ്പറേറ്റ് ചെയ്യുകയും വേണം. അപ്പോൾ അതൊക്കെ തന്നെ NSO ഗ്രൂപ്പ് തന്നെ വേണം ചെയ്യണം. ഓപ്പറേറ്റർക്ക് എന്തായാലും അല്ലെങ്കിൽ ഈ ഒരു ഹാക്ക് ചെയ്യുന്ന ആൾക്ക് എന്തായാലും ഇത് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ അവർക്ക് ഇതിൻ്റെ മുകളിൽ എന്തായാലും അവർക്കൊരു കൈ ഉണ്ടാവും അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ അവർക്ക് കൺട്രോൾ ഉണ്ടാകും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യം തന്നെയാണ്. എങ്കിൽ NSO ഗ്രൂപ്പ് ഇല്ല എന്നാണ് അവകാശപ്പെടുന്നത്. നമുക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ അറിയില്ല എങ്കിലും ഇത്തരത്തിലുള്ള തെളിവുകളൊക്കെ തന്നെ പറയുന്നത് NSO ഗ്രൂപ്പിന് എന്തായാലും ഈ ഒരു കാര്യത്തിൽ പങ്കാളിത്തമുണ്ട് എന്നുള്ളത് തന്നെയാണ്. സോ അതാണ് അമേരിക്കൻ നമ്പറുകളൊന്നും തന്നെ ആ ഒരു ലീക്ക്ഡ് ലിസ്റ്റിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചില്ല. അപ്പോൾ NSO ഗ്രൂപ്പിന് ഇതിൻ്റെ മുകളിൽ ഒരു കൺട്രോളും ഇല്ല എന്ന് പറയുന്നത് വെറുതെ അല്ല എന്നുള്ളത് കൂടി നമുക്ക് ഈ ഒരു കാര്യം കൂട്ടി വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സോ ഇത്രയാണ് ഈ ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയാനായിട്ടുള്ളത്. അപ്പോൾ മെയിനായിട്ട് ഇവിടെ വരുന്നൊരു വിഷയം എന്ന് പറയുന്നത് സെക്യൂരിറ്റി ഇഷ്യൂ തന്നെയാണ്. ഐഫോണിൻ്റെ ഒക്കെ തന്നെ വൾണറബിലിറ്റീസ് യൂസ് ചെയ്തുകൊണ്ട് ഈ സംഗതി iOS-ൽ പോലും ഇൻഫെക്റ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് പറയുമ്പോൾ അത് ഐഫോണിൻ്റെ സെക്യൂരിറ്റി തന്നെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ഫോണ് പെഗാസസ് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പെഗാസസ് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ വേറൊരു വഴിയില്ല. ഈവൻ നമ്മൾ റീബൂട്ട് ചെയ്താൽ പോലും നമ്മളിപ്പോൾ ഐഫോണിലൊക്കെ തന്നെ റീബൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ട്രാക്കിംഗ് നിൽക്കുന്നതാണ് പറയപ്പെടുന്നത്. എങ്കിലും ജസ്റ്റ് ഓപ്പറേറ്റർക്ക് ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ തിരിച്ചത് ട്രാക്കിംഗ് കയറ്റാനായിട്ട് സാധിക്കും. സോ പൂർണ്ണമായിട്ട് നമുക്കത് കളയാൻ പറ്റില്ല. ഒരു ഫോൺ ഇപ്പോൾ ഈവൻ iPhone 12 Pro Maxൽ പോലും ഈ ഒരു സംഗതി ഇൻഫെക്റ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് പറയുന്നത്. സോ അതൊക്കെ തന്നെയാണ് ഈ ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. പിന്നെ ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ പ്രൈസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം $7 മുതൽ $8 മില്യൺ വരെയാണ് ഇതിൻ്റെ ഒരു ലൈസൻസിൻ്റെ പ്രൈസായിട്ട് വരുന്നത്. വളരെ ഹ്യൂജ് ആയിട്ടൊരു എമൗണ്ടാണ് ആക്ച്വലി ഈ ഒരു ലൈസൻസിൻ്റെ വിലയായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്തത് പെഗാസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്പൈവെയർ സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ്. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ടെക് സൈഡ് ആയാലും അതുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന എല്ലാ ഇവൻറ്റ്സും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം പെഗാസസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നതായിരിക്കും. നമ്മൾ അധികം രാഷ്ട്രീയപരമായിട്ടുള്ള ചർച്ചകളിലേക്കൊന്നും പോയിട്ടില്ല. സ്റ്റീവൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട ഇവൻറ്റ്സൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ ഇന്ത്യയിലൊക്കെ തന്നെ ഈ ഒരു സംഭവം ചൂട് പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അതിനെക്കുറിച്ചൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. അതൊക്കെ ഓരോരുത്തരുടെ വിലയിരുത്തലുകളാണെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ ഈ ഒരു പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഗസ് ചെയ്യാവുന്നുള്ളൂ. ഇതിൻ്റെ ബാക്കിൽ ആരൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഇതിൽ നടക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സോ അത്രയാണ് പറയാനായിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും